അപ്പോൾ നമുക്ക് ആ ഡൽഹി വാർത്തയിലേക്ക് തന്നെ പോകേണ്ടതായിട്ടുണ്ട്. പൂർത്തിയാക്കാൻ കഴിയാതെ പോയ വാർത്തയിലേക്കാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബിജെപിക്കായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പ്രചാരണ രംഗത്തെത്തും. പ്രകടന പത്രിക പുറത്തിറക്കും. കോൺഗ്രസിനായി മുതിർന്ന നേതാക്കൾ വരും ദിവസങ്ങളിലും പ്രചാരണത്തിൽ സജീവമായി പങ്കെടുക്കും. ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള ബിജെപിയുടെ പ്രകടന പത്രിക സങ്കൽപത്രിന്റെ 3ാം ഭാഗം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് പുറത്തിറക്കും. ഉച്ചയ്ക്ക് 2:30 ബിജെപിയുടെ സംസ്ഥാന ഓഫീസിൽ വെച്ച് അമിത്ഷാ പുറത്തിറക്കുന്ന പത്രികയിൽ വമ്പൻ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകും. 300 യൂണിറ്റ് സൗജന്യ വൈദ്യുതി, ശുദ്ധജല പദ്ധതി, യുവാക്കളെ ലക്ഷ്യമിട്ടുള്ള പ്രത്യേക പദ്ധതികൾ തുടങ്ങിയവ പത്രികയിൽ ഇടം പിടിച്ചേക്കും. പ്രകടന പത്രിക പുറത്തിറക്കിയതിനു ശേഷം രജൌരി ഗാർഡനിലെയും ത്രിനഗറിലെയും 2 റാലികളിലും അമിത്ഷാ പങ്കെടുക്കും. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്കെതിരെ ഡൽഹിയിൽ ക്രമസമാധാന നില ഉയർത്തിയാണ് ആം ആദ്മിയുടെ പ്രചാരണം. ഡൽഹിയിൽ ഗുണ്ടാ സംഘങ്ങളുടെ വിളയാട്ടം അവസാനിപ്പിക്കാൻ ഡൽഹിയിലെ ക്രമസമാധാന ചുമതലയുള്ള കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ശ്രമിക്കുന്നില്ലെന്ന് ആം ആദ്മി പാർട്ടി ആവർത്തിക്കുന്നു. കോൺഗ്രസിനായി രാഹുൽ ഗാന്ധി ഒഴികെയുള്ള മുതിർന്ന നേതാക്കൾ പ്രചരണത്തിനായി ഇതുവരെ ഇറങ്ങിയിട്ടില്ല. കൽക്കാജിയിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി അൽക്ക ലാംബയ്ക്ക് വേണ്ടി വനിതാമുഖമായ പ്രിയങ്ക ഗാന്ധി പ്രചാരണത്തിനിറങ്ങാത്തതും തെരഞ്ഞെടുപ്പിൽ ചർച്ചയാണ്. 24 ഡൽഹി. അപ്പോൾ നാളത്തെ ദിനത്തിന്റെ പ്രത്യേകത നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് അല്ലേ? നാളെ രാജ്യം മറ്റൊരു റിപ്പബ്ലിക് ദിന ആഘോഷത്തിനായി ഒരുങ്ങിയിട്ടുണ്ട്. അതിന്റെ എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയായി വരുന്നു എന്നറിയുന്നു അല്ലെ? 76ാം റിപ്പബ്ലിക് ദിനാഘോഷത്തിനൊരുങ്ങി രാജ്യം. സുവർണ ഇന്ത്യ പൈതൃകവും വികസനവും എന്ന പ്രമേയത്തിലാണ് ഇത്തവണത്തെ റിപ്പബ്ലിക് ദിനാഘോഷങ്ങൾ. ഇന്തോനേഷ്യൻ പ്രസിഡന്റ് പ്രബാവോ സുബിയാൻഡോ ആണ് മുഖ്യാതിഥിയാകുക. ഇന്ന് വൈകിട്ട് രാഷ്ട്രപതി ദ്രൗപദി മുർമു രാജ്യത്തെ അഭിസംബോധന ചെയ്യുന്നുണ്ട്. പത്മ പുരസ്കാരങ്ങളും രാഷ്ട്രപതിയുടെ മെഡലുകളും ഇന്ന് പ്രഖ്യാപിക്കും. നാളെ നടക്കുന്ന ആഘോഷ പരിപാടികളുടെ പശ്ചാത്തലത്തിൽ കനത്ത സുരക്ഷയിലാണ് ഡൽഹി. 70 കമ്പനി അർദ്ധ സൈനികരെയും 15,000-ഓളം പോലീസ് ഉദ്യോഗസ്ഥരെയുമാണ് ചെങ്കോട്ടയിലും ഒപ്പം മറ്റ് ഇടങ്ങളിലും വിന്യസിച്ചിരിക്കുന്നത്. അതിർത്തിയിലും തന്ത്രപ്രധാന മേഖലകളിലും കനത്ത ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കല്ലൻകൂട്ടത്തിലെ നമ്മൾ ഈ പറയുന്നത് പോലെ റൺവേയിൽ നിന്ന് കുറച്ചും കൂടെ എന്താണ് പറയാം അകത്തോട്ട് അല്ലെങ്കിൽ കുറച്ചുകൂടെ പുറകോട്ട് മാറിയപ്പോൾ ഇതിന്റെ ഗ്രാമത്തിന്റെ ഒരു സൗന്ദര്യമൊക്കെ നമുക്ക് ഇവിടുന്ന് കാണാം. ഇവിടെ പാടമുണ്ട്. ആ പാടത്ത് നല്ല തണുപ്പുണ്ട്. അതുകൊണ്ട് മകരമഞ്ഞിന്റെ തണുപ്പ് ശരിക്കും ഇന്നാണ് കൊച്ചിയിൽ നമുക്ക് അനുഭവപ്പെടുന്നതെന്ന് തോന്നുന്നു അല്ലെ? അതെ, നമ്മൾ വരുമ്പോൾ മുതലേ തെളിഞ്ഞ ആകാശം, അതുപോലെ നക്ഷത്രങ്ങളെ ഇന്ന് ഒരുപാട് നാളുകൾക്ക് ശേഷം കണ്ടു. നമ്മൾ ഈ കൊച്ചിയിലെ ആകാശത്ത് എനിക്ക് തോന്നുന്നു മാലിന്യമൊക്കെ കാരണമായിരിക്കും പലയിടത്തും കാണാറില്ല. പക്ഷെ ഇന്ന് ചന്ദ്രനും നക്ഷത്രങ്ങളും ഒക്കെ കണ്ടു. മനോഹരമായ പ്രഭാതമാണ്. ആ പ്രഭാതം ഇങ്ങനെ കൂടുതൽ പ്രകാശം പരത്തുമ്പോൾ കാഴ്ചകൾക്കും മറ്റൊരു ഭംഗിയാണ് അല്ലേ? അപ്പൊ നമുക്ക് അടുത്ത വാർത്തയിലേക്ക് പോവാം. DCC ട്രഷറർ NM വിജയന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട കേസിൽ IC ബാലകൃഷ്ണൻ MLA അറസ്റ്റ് ഇന്ന് രേഖപ്പെടുത്തിയേക്കും എന്നറിയുന്നു. ചോദ്യം ചെയ്യൽ നടപടികൾ പൂർത്തിയായ സാഹചര്യത്തിലാണ് അറസ്റ്റ് രേഖപ്പെടുത്തുക. ആത്മഹത്യാ പ്രേരണാ കുറ്റമാണ് ചുമത്തിയിരിക്കുന്നത്. അഭിജിത്ത് മുഴക്കുന്ന് വയനാട്ടിൽ നിന്നും അതിന്റെ കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അപ്പോൾ ഇന്ന് IC ബാലകൃഷ്ണൻ MLA അറസ്റ്റ് രേഖപ്പെടുത്തിയേക്കും എന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ. അപ്പോൾ ഈ ചോദ്യം ചെയ്യലിലൊക്കെ എന്തൊക്കെ കാര്യങ്ങൾ അന്വേഷണ സംഘം ചോദിച്ചറിഞ്ഞിട്ടുണ്ട്, അതിന്റെ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? പ്രജിൻ ക്രിസ്റ്റീന, കഴിഞ്ഞ 2 ദിവസമായി ഈ NM വിജയന്റെ മരണവുമായി ബന്ധപ്പെട്ട് IC ബാലകൃഷ്ണൻ MLA ചോദ്യം ചെയ്തു വരുന്നുണ്ടായിരുന്നു. പുത്തൂർ വയലിലെ AR ക്യാമ്പിൽ വെച്ചാണ് ബത്തേരി DYSPയുടെ നേതൃത്വത്തിൽ ഈ ചോദ്യം ചെയ്യൽ. അത് കഴിഞ്ഞ മിഞ്ഞാന്ന് ഈ ചോദ്യം ചെയ്യൽ ആരംഭിച്ചു. അത് ഇന്നലെയും തുടർന്നു. പ്രധാനമായും ഈ പുറത്തു വന്ന കത്തുകൾ, NM വിജയന്റെ ആത്മഹത്യാ കുറിപ്പടക്കം ഈ സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ട് ചില കുറിപ്പുകൾ പുറത്തു വന്നിട്ടുണ്ട്, കത്തുകൾ പുറത്തു വന്നിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങളാണ് ഈ അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തു നിന്ന് പ്രധാനമായും ഉണ്ടായത്. പക്ഷെ അപ്പോഴും താൻ ഇത്തരം സാമ്പത്തിക ഇടപാടുകൾ NM വിജയനുമായി നടത്തിയിട്ടില്ല എന്ന മൊഴിയിൽ ഉറച്ചു നിൽക്കുകയാണ് IC ബാലകൃഷ്ണൻ MLA. ഏതായാലും ഇന്ന് അദ്ദേഹത്തിന്റെ ചോദ്യം ചെയ്യൽ കഴിഞ്ഞ 2 ദിവസങ്ങളിലായി പൂർത്തിയായ സാഹചര്യത്തിൽ ഇന്ന് അദ്ദേഹത്തിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അദ്ദേഹം നേരത്തെ തന്നെ മുൻകൂർ ജാമ്യം നേടിയിട്ടുണ്ട്. അതിനാൽ തന്നെ ഒരു നടപടിക്രമം എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തുകയും തുടർന്ന് ജാമ്യത്തിൽ വിടുകയും ചെയ്യും. മറ്റൊരു കാര്യം, അദ്ദേഹത്തിന്റെ കേണിച്ചിറയിലെ വീട്ടിൽ ഇന്നലെ പരിശോധന നടത്തിയിരുന്നു. ഇന്നലെ ഏതാണ്ട് 1:30 മണി സമയത്തോടെയാണ് MLAയുമായി എത്തിയ അന്വേഷണ സംഘം ഇവിടെ പരിശോധന നടത്തിയത്. ഈ ആരോപണങ്ങളൊക്കെ ഉയർന്ന പശ്ചാത്തലത്തിലായിരുന്നു. ഈ അദ്ദേഹം ആത്മഹത്യാ പ്രേരണ കേസിൽ പ്രതിയുമാണ്. ആ സാഹചര്യത്തിലാണ് അദ്ദേഹത്തിന്റെ വീട്ടിൽ പരിശോധന നടത്തിയത്. മറ്റ് രേഖകളൊന്നും കണ്ടെത്തിയിട്ടില്ല, അല്ലെങ്കിൽ ആ രേഖകളൊന്നും പിടിച്ചെടുത്തിട്ടില്ല
ചെയ്തിട്ടില്ല തുടങ്ങിയ കാര്യങ്ങളാണ് പോലീസുമായി ബന്ധപ്പെടുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത്. ഏതായാലും കഴിഞ്ഞ 2 ദിവസമായി തുടരുന്ന ഈ ചോദ്യം ചെയ്യൽ അതിനൊടുവിൽ ഇന്ന് അറസ്റ്റിലേക്ക് കാര്യങ്ങൾ പോകുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നേരത്തെ തന്നെ ഈ DCC പ്രസിഡന്റ് ND അപ്പച്ചനെ ഉൾപ്പെടെ ഈ കേസിൽ അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ വിടുന്ന നടപടികൾ ഉണ്ടായിരുന്നു. ഏതായാലും പോലീസിന്റെ അറസ്റ്റ് നടപടികൾ ഇന്നുണ്ടാകുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പ്രജിൻ, ക്രിസ്റ്റീന. ശരി, അഭിജിത്ത് മുഴക്കുന്നാണ് വയനാട്ടിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. ആ കല്ലുംകൂട്ടത്തിന്റെ ഈ റോഡിലൂടെ നടക്കുമ്പോൾ ഗ്രാമീണ സൗന്ദര്യത്തിന്റെ ഏറ്റവും സുന്ദരമായ കാഴ്ചകൾ നമുക്ക് അനുഭവിക്കാൻ കഴിയുന്നുണ്ട്. നാട്ടിടവഴികളും ഹരിതാഭയും, നമ്മൾ കവി പറഞ്ഞ പോലെ നാട്യപ്രധാനം നഗരം ദരിദ്രം നാട്ടിൻപുറം നന്മകളാൽ സമൃദ്ധം എന്ന് പറയുന്ന ആ ഒരു ഇവിടോട്ട് വരുമ്പോൾ തന്നെ വായുവിന് തന്നെ ഒരു ശുദ്ധിയുണ്ട് അല്ലേ? അതെ, നമ്മൾ മാത്രമല്ല കൊച്ചിയിലെ നഗരപ്രദേശത്ത് താമസിക്കുന്നവർക്ക് ഈ കാഴ്ച ഒരു ആശ്വാസം തന്നെയാണ് നമുക്ക് അനുഭവപ്പെടുന്നുണ്ട്. കാരണം നമ്മുടെ നാട്ടിലൊക്കെ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള പാടങ്ങളൊക്കെ ഒരുപാടുണ്ട്. പക്ഷേ ഇവിടെ വന്ന് നമ്മൾ കൊച്ചി നഗരത്തിൽ താമസിക്കുന്നവർക്ക് ഇത് ശരിക്കും മിസ് ചെയ്യുന്നുണ്ട്. ഞാനിവിടെ വന്നപ്പോൾ നാട് ഓർമ്മ വരുന്നു. നമ്മുടെ 2 വശത്തും പാടമാണ്. 2 തരത്തിലുള്ള കാഴ്ചകളാണ്. നോക്കിയാ, ആകാശത്തിന് ഇവിടെ ഒരു നിറവും അവിടെ ആകാശത്തിന് മറ്റൊരു നിറവുമാണ്. അങ്ങനെ കോടമഞ്ഞുണ്ട്, മഞ്ഞിൽ കുളിച്ചു നിൽക്കുകയാണ്. അതെ. ഇനി നമ്മൾ കമന്റ് ബോക്സിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ സുരേന്ദ്രകുമാർ PAയും രവികുമാർ PBയും താമസിച്ചാണ് വന്നത്. അപ്പൊ ലേറ്റ് കമേഴ്സ് ആണെന്ന് സ്വയം സമ്മതിച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ സീന മുഹമ്മദ് ഇന്ന് ട്രിവാൻഡ്രം പോകാൻ ഒരുങ്ങുകയാണ്. ഒരു വിശേഷമുള്ളത്, മകൾ അതുന്യ ഡിസ്ട്രിക്ട് കരാട്ടെ ചാമ്പ്യൻഷിപ്പിന് പങ്കെടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഓൾ ദി ബെസ്റ്റ് അതുന്യ. വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വാർത്ത വരുന്നു, പെട്ടെന്ന് നമുക്ക് അതിലേക്ക് പോവാം. പത്തനംതിട്ട കലഞ്ഞൂരിൽ യുവാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തി എന്നാണ് ആ വാർത്ത. മദ്യപാനത്തെ തുടർന്നുണ്ടായ തർക്കത്തെ തുടർന്നുള്ള കൊലപാതകം എന്നാണ് ഇപ്പോൾ സംശയിക്കുന്നത്. ശ്രീജിത്ത് ശ്രീകുമാരനാണ് പത്തനംതിട്ടയിൽ നിന്ന് ചേരുന്നത്. ശ്രീജിത്ത്, ഗുഡ് മോർണിംഗ്. ഈ അടുത്തിടെയായി ഇത്തരത്തിലുള്ള വാർത്തകൾ, ലഹരി ഉപയോഗവുമായി ബന്ധപ്പെട്ട വാർത്തകൾ വരുന്നുണ്ട്. ഇപ്പോൾ ഈ പത്തനംതിട്ട കലഞ്ഞൂരിൽ സംഭവിച്ചത് എന്താണ്? കലഞ്ഞൂർ ഒന്നാംകുറ്റി അയലത്ത് മനു എന്ന 36-കാരനെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയിട്ടുള്ളത്. കൊലപാതകമെന്നാണ് സംശയം. ശരീരത്തിൽ നിരവധി മുറിവുകളുണ്ട്. സുഹൃത്തായ ശിവപ്രസാദ് ആണ് ഇയാളെ ആശുപത്രിയിൽ എത്തിച്ച ശേഷം ഈ സുഹൃത്ത് അവിടെ നിന്ന് മുങ്ങുകയായിരുന്നു എന്നാണ് പറയുന്നത്. മദ്യപാനത്തെ തുടർന്നുണ്ടായ തർക്കമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്ന് പറയപ്പെടുന്നു. എന്തായാലും മൃതദേഹം പത്തനംതിട്ട EMS ആശുപത്രിയിലാണ് സൂക്ഷിച്ചിട്ടുള്ളത്. ഇന്ന് പുലർച്ചെ 4 മണിയോടുകൂടിയാണ് ആശുപത്രിയിൽ ഈ മൃതദേഹം എത്തുന്നത്. എന്തായാലും പ്രഥമ ദൃഷ്ടിയ തന്നെ പരിക്കുകൾ കണ്ടതോടുകൂടി ഡോക്ടറാണ് പോലീസിനെ വിവരം അറിയിക്കുന്നത്. എന്തായാലും സ്പെഷ്യൽ ബ്രാഞ്ചിൽ നിന്ന് ലഭിക്കുന്ന വിവരമനുസരിച്ച് ഈ ശിവപ്രസാദ് എന്നയാൾ വലയിലാകും ഉടൻ എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഇയാൾക്കും ഈ കൊലപാതകത്തിൽ പങ്കുണ്ട് എന്ന് സംശയിക്കുന്നു. എന്താണ് കൊലപാതക കാരണം എന്നതിനെ കുറിച്ച് ഇതുവരെ വ്യക്തമായിട്ടില്ല. എന്തായാലും മദ്യപാനത്തെ തുടർന്നുണ്ടായ തർക്കമാണെന്നൊരു പ്രാഥമികമായ വിവരം പുറത്തു വരുന്നുണ്ട്. ഈ മനുവിന്റെ മൃതദേഹം ഇപ്പോൾ ഉള്ളത് പത്തനാപുരം EMS ആശുപത്രിയിലാണ്. പത്തനാപുരം താലൂക്ക് ആശുപത്രിയിലേക്ക് ഉടൻ തന്നെ മൃതദേഹം മാറ്റാനാണ് തീരുമാനം. ശ്രീകുമാറിനാണ് വിശദാംശങ്ങൾ നൽകിയത്. ഈ പാടവരമ്പത്ത് ഇതുപോലെ ഈ കലിങ്കിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ എന്താണ് ഓർമ്മ വരുന്നത്? ഒരുപാട് കാര്യങ്ങൾ ഓർമ്മ വരുന്നുണ്ട്. നമ്മുടെ ചെറുപ്പകാലം, കാരണം ഞാനൊക്കെ ഗ്രാമത്തിലാണ് ജനിച്ചത്. പ്രജിൻ പയ്യന്നൂർ എന്ന് പറയുന്ന ഗ്രാമമല്ലേ? പയ്യന്നൂർ പെരിങ്ങോം എന്ന് പറയുന്ന സ്ഥലത്താണ്. അപ്പൊ ഈ ഗ്രമത്തിൽ നമ്മൾ സ്ഥിരം കണ്ടിരുന്ന കാഴ്ച കുറെ നാളുകൾക്ക് ശേഷം നമുക്ക് മിസ്സായ കാഴ്ചകൾ, നമ്മൾ ഈ എറണാകുളം നഗരത്തിൽ വന്ന ശേഷം നമ്മൾ നാട്ടു ചെടികൾ, അതുപോലെ ചിത്രശലഭങ്ങൾ, തുമ്പികൾ, അതിനെയൊന്നും അങ്ങനെ കാണാറില്ല ടൗണിൽ. പക്ഷെ ഇങ്ങനെ വരുമ്പോഴാണ് നമുക്ക് അതിന്റെയൊക്കെ ഒരു മിനിയേച്ചർ കിട്ടുന്നത്. ഈ വയലോരത്തിരുന്ന് വായിക്കാൻ പറ്റുന്ന ഒരു വാർത്തയാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. ഈ സംസ്ഥാനത്ത് തിങ്കളാഴ്ച മുതൽ റേഷൻ വ്യാപാരികളുടെ അനിശ്ചിതകാല സമരം എന്ന് ഒരു വാർത്ത നമ്മൾ നേരത്തെ അറിഞ്ഞതാണ്. അപ്പോൾ അതിൽ ഉറപ്പിച്ച് ആ റേഷൻ വ്യാപാരികൾ ആ സമരവുമായി മുന്നോട്ട് പോകും എന്നറിയുന്നു. അപ്പോൾ നമ്മുടെ ഭക്ഷണത്തിന്റെ അരിയുടെ കാര്യമാണ് നമ്മുടെ ഈ നെൽവയലിനടുത്തിരുന്ന് പറയാൻ പറ്റുന്ന കാര്യം എന്ന് പറഞ്ഞത്. ഇന്നലെ മന്ത്രിമാരുമായി നടത്തിയ ചർച്ച പരാജയപ്പെട്ടതോടെയാണ് സമരവുമായി മുന്നോട്ട് പോകാൻ റേഷൻ വ്യാപാരികൾ തീരുമാനിച്ചത്. അതേസമയം വാതിൽപ്പടി സേവനം നടത്തുന്ന കരാറുകാരുടെ സമരം മൂലം റേഷൻ കടകളിൽ സാധനത്തിന്റെ ലഭ്യത കുറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. 70 കോടിയോളം രൂപ കുടിശ്ശികയായതോടെയാണ് കരാറുകാർ സമരം ആരംഭിച്ചത്. പലയിടങ്ങളിലും ആവശ്യക്കാർക്ക് നൽകാൻ ഭക്ഷ്യധാന്യങ്ങളില്ല എന്നാണ് വ്യാപാരികൾ പറയുന്നത്. സമരം പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ പൊതുജനങ്ങൾ ഈ മാസത്തെ ഭക്ഷ്യധാന്യങ്ങൾ ഉടൻ വാങ്ങണമെന്നാണ് വ്യാപാരികൾ പറയുന്നത്. അപ്പോൾ അക്കാര്യത്തിൽ ഒന്ന് ശ്രദ്ധിക്കുക. നമുക്ക് ശരിക്കും ഈ പാടവരമ്പത്തൂടെ നടന്നാലോ? പാടവരമ്പ് നടക്കാം. നമുക്ക് നടക്കുന്നതിന് മുമ്പ് ഒരു സ്റ്റോറി പ്രേക്ഷകർക്കായി നൽകാം. അത് കഴിഞ്ഞ് നമുക്ക് മുടയിറങ്ങാം അല്ലേ? സ്വകാര്യ നഴ്സിംഗ് കോളേജിലെ മെറിറ്റ് സീറ്റ് അട്ടിമറിയിൽ വിജിലൻസ് അന്വേഷണത്തിന് ശുപാർശ എന്ന വാർത്തയാണ്. നഴ്സിംഗ് കൌൺസിൽ രജിസ്ട്രാർക്കെതിരായ അന്വേഷണത്തിന് ആരോഗ്യമന്ത്രി ശുപാർശ നൽകിയ രേഖകൾ 24-ന് ലഭിച്ചു. മെറിറ്റ് സീറ്റ് അട്ടിമറി വാർത്ത 24 ആണ് പുറത്തു കൊണ്ടുവന്നത്.
കഴിഞ്ഞ ഡിസംബർ 20 നഴ്സിംഗ് കൗൺസിൽ രജിസ്ട്രാർക്കെതിരെ അംഗങ്ങൾ ആരോഗ്യമന്ത്രിക്ക് പരാതി നൽകുന്നു. ജനുവരി 9 ഇതിൽ ആരോഗ്യമന്ത്രി ഇങ്ങനെ കുറിച്ചു: സമഗ്ര അന്വേഷണം നടത്തുക. വകുപ്പിന്റെ പരിധിയിൽ നിൽക്കുന്നതല്ല അന്വേഷണം എന്നതുകൊണ്ട് വിജിലൻസ് അന്വേഷണത്തിന് ആഭ്യന്തര വകുപ്പിന്റെ സഹായത്തോടെ നടപടി സ്വീകരിക്കുക. ആരോഗ്യമന്ത്രി ആരോഗ്യവകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറിക്ക് കൈമാറിയ ശുപാർശ ആഭ്യന്തര വകുപ്പിന് കൈമാറും. നഴ്സിംഗ് കൗൺസിൽ രജിസ്ട്രാറുടെ വിശദീകരണം തേടിയ ശേഷമാകും വിജിലൻസിന് കൈമാറുന്നത്. സ്വകാര്യ നഴ്സിംഗ് കോളേജുകളിൽ കൗൺസിൽ നടത്തിയ പരിശോധന, അംഗീകാരം, അധികം സീറ്റുകൾ നൽകിയതിൽ എല്ലാം ആരോപണങ്ങളുണ്ട്. സ്വകാര്യ നഴ്സിംഗ് കോളേജുകൾ മെറിറ്റ് അട്ടിമറിച്ചത് 24 ആണ് പുറത്തുവിട്ടത്. പിന്നാലെ വാളകം മേഴ്സി കോളേജിന്റെ സീറ്റ് വെട്ടിക്കുറയ്ക്കുകയും അഡ്മിഷൻ നിബന്ധനകൾ കർശനമാക്കി ആരോഗ്യവകുപ്പ് ഉത്തരവിറക്കുകയും ചെയ്തിരുന്നു. പിന്നാലെയാണ് ആരോഗ്യമന്ത്രി വിജിലൻസ് അന്വേഷണത്തിന് ശുപാർശ ചെയ്തത്. നഴ്സിംഗ് കൗൺസിൽ രജിസ്ട്രാർക്കെതിരെ നൽകിയ പരാതിയിലാണ് ഇപ്പോൾ വിജിലൻസ് അന്വേഷണത്തിന് ശുപാർശ ചെയ്തിട്ടുള്ളത്. എന്നാൽ നഴ്സിംഗ് മെറിറ്റ് സീറ്റ് അട്ടിമറിക്കാൻ നടത്തിയ എല്ലാ ക്രമവിരുദ്ധ ഇടപെടലുകൾക്കെതിരെയും അന്വേഷണം ഉണ്ടാകേണ്ടതുണ്ട്. ഉമേഷ് ബാലകൃഷ്ണൻ, 24, തിരുവനന്തപുരം. പ്രകൃതീശ്വരി നിന്റെ ആരാധകൻ, ഞാനൊരാസ്വാദകൻ, അന്ധവനഗായകൻ. പ്രകൃതീശ്വരി നിന്റെ ആരാധകൻ, ഞാനൊരാസ്വാദകൻ, അന്ധവനഗായകൻ. 7 നിറങ്ങളിൽ നിൻ ചിത്രങ്ങൾ, 7 സ്വരങ്ങളിൽ എൻ ഗാനങ്ങൾ. 7 നിറങ്ങളിൽ നിൻ ചിത്രങ്ങൾ, 7 സ്വരങ്ങളിൽ എൻ ഗാനങ്ങൾ. പ്രകൃതീശ്വരി നിന്റെ ആരാധകൻ, ഞാനൊരാസ്വാദകൻ, അന്ധവനഗായകൻ. ഗായകൻ ഒരുപാട് ആരാധകരുണ്ടെന്ന് ഞങ്ങൾക്കറിയാം. ഗംഭീരമായി പാട്ട്. പ്രകൃതി ആസ്വദിക്കുന്നു എന്നാണ് പറഞ്ഞത്. ലിറിക്സ് അങ്ങോട്ട് മനസ്സിലായല്ലോ തോന്നുന്നു. പ്രജനെ, ഇന്ന് എനിക്ക് അക്കടി പറ്റി. ഞാൻ ഇവിടെ പരിപാടി പറ്റി എന്ന് പറഞ്ഞാൽ മതി. അക്കടിയാണ് നമുക്കറിയാലോ. ഇന്ന് ഞാന് റീന സതീഷിന്റെ മകളായിരുന്നു, പക്ഷെ ഞാൻ സീന മുഹമ്മദിന്റെ മകൾ എന്നാണ് പറയുന്നത്. ഐ ആം ദ സോറി. പക്ഷെ അവര് ഏറ്റവും അടുത്ത സുഹൃത്തുക്കളാണ്. അപ്പൊ ഇനി നമുക്ക് പറയാനുള്ളത് നമ്മുടെ ഒരു പ്രിയപ്പെട്ട പ്രേക്ഷകനെ കുറിച്ചാണ്. ഒരു സ്പെഷ്യൽ ചൈൽഡായിട്ട് വളർന്നു വന്ന ഷാനിബാണ്. എല്ലാ ദിവസവും രാവിലെ 6 മണിക്ക് എഴുന്നേറ്റ് ഷാനിബും ഉമ്മയും നമ്മുടെ മോർണിംഗ് വാക്ക് കാണും. എല്ലാ ദിവസവും ഷാനിബിന്റെ ഇൻസ്റ്റാ പേജ് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ മോർണിംഗ് വാക്കിന്റെ വീഡിയോ. മാത്രമല്ല ഷാനിബിന് ഒരുപാട് മെസ്സേജുകൾ വരും. അതിലെല്ലാത്തിലും ക്രിസ്റ്റീന എന്ന് കാണാം നമുക്ക്. കാരണം ആ ചേച്ചി അത്രമാത്രം ഇഷ്ടമാണ്. ചേച്ചിയെ കൊണ്ട് പാട്ട് പാടിക്കണം എന്ന് സ്ഥിരമായിട്ട് പറയാറുണ്ട്. അപ്പം ഷാനിബ് ഇന്നലെ അപ്ലോഡ് ചെയ്ത ഒരു വീഡിയോ, കഴിഞ്ഞ ദിവസം അപ്ലോഡ് ചെയ്ത ഒരു വീഡിയോ നമുക്കൊന്ന് കാണാം. ഷാനിബിനെ ഞങ്ങൾ പ്രേക്ഷകർക്ക് കാണിച്ചു തരിക. വെത്തിലെത്താമ്പലത്തിൽ മാണിക്ക് ചമ്പേക്ക താര 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 താര. അപ്പൊ ഷാനിബിന് പാട്ട് ഇഷ്ടമായി എന്ന് പ്രതീക്ഷിക്കുന്നു. ബാക്കി പാടാൻ കൃത്യമായി 4 വരി മാത്രം, 2 വരി മാത്രമുള്ള ഒരു സോങ് സെലക്ട് ചെയ്ത് ക്രിസ്റ്റീന ചെറിയൻ എന്ന് കൂടി പറയേണ്ടി വരും. മാണിക്ക് ചമ്പേക്ക ഈ വെത്തിലെത്താമ്പലത്തിൽ ദൂരെ മാണിക്ക് ചമ്പേക്ക താര 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 താര. ഷാനിബ് പാട്ട് പാടുന്നുണ്ടല്ലോ. ഷാനിബ് പാട്ടാണ്. ഷാനിബിന് ചില വെല്ലുവിളികളൊക്കെ ഉണ്ട്, പക്ഷെ അതിനെയൊക്കെ അതിജീവിച്ച് എല്ലാ ദിവസവും മനുഷ്യരുമായിട്ട് ഒരുപാട് ചേർന്ന് ആണ് ഷാനിബ് നടക്കുന്നത്. അപ്പോൾ ഷാനിബിനും ഉമ്മയ്ക്കും ഞങ്ങളുടെ പ്രത്യേക സ്നേഹം. നമ്മളത് അവിടെ നിൽക്കുമ്പോൾ നമുക്ക് തൊട്ട് പുറകിൽ ഒരു ടവർ കാണാം അല്ലെ. അതായത് നമ്മുടെ ഫ്ലൈറ്റ് ഒക്കെ ലാൻഡ് ചെയ്ത്, അതായത് എനിക്ക് തോന്നുന്നു ഈ വയലിലേക്ക് ലാൻഡ് ചെയ്ത് വരുന്ന രീതിയിലാണ് ഇവിടുന്ന് ഈ ഫ്ലൈറ്റുകൾ ലാൻഡ് ചെയ്ത് വരുമ്പോൾ നമുക്ക് തോന്നുക. അങ്ങനെ ഒരു പ്രദേശമാണ് ഈ കല്ലുംകുട്ടം. അതുകൊണ്ട് ഇവിടെ ഒരുപാട് ആൾക്കാർ ഈ കാഴ്ച ആസ്വദിക്കാൻ എത്താറുണ്ട്. ഈ ടവറും അതോടൊപ്പം ഇവിടുന്ന് ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യുന്നതും ഒക്കെയുള്ള കാഴ്ചകൾ, അതും ഈ പ്രകൃതി രമണീയമായ സ്ഥലത്തിരുന്ന് അത് കാണുക എന്നത് മറ്റൊരു സുഖമാണ്. അതെ. ഇനി നമുക്ക് വാർത്തയിലേക്ക് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഏത് വാർത്തയിലേക്കാണ് പോകേണ്ടത്? മുനമ്പം വാർത്തയിലേക്ക് പോകാം അല്ലെ. മുനമ്പം ഭൂമിതർക്ക കേസ് ഇന്ന് വഖഫ് ട്രൈബ്യൂണൽ വീണ്ടും പരിഗണിക്കുമ്പോൾ പുതുതായി പുറത്തുവന്ന രേഖ സമരസമിതി ട്രൈബ്യൂണലിന് മുന്നിൽ ഹാജരാക്കും. തിരുവിതാംകൂർ സർക്കാർ 1901 നൽകിയ സെറ്റിൽമെന്റ് രജിസ്റ്ററിന്റെ പകർപ്പ് പ്രകാരം മുനമ്പത്തെ തർക്കഭൂമി പുഴ പുറമ്പോക്കാണ്.
മുനമ്പത്ത് നിലവിലെ ഭൂമി തർക്കത്തിൽ നിർണായകമാകുന്ന രേഖയാണ് 24 ഇന്നലെ പുറത്തുവിട്ടത്. തിരുവിതാംകൂർ സർക്കാർ 1901 തയ്യാറാക്കിയ സെറ്റിൽമെന്റ് രജിസ്റ്ററിൽ 500 ഏക്കറിലധികം ഭൂമി പുഴപ്പുറമ്പോക്കെന്നാണ് രേഖപ്പെടുത്തിയിരുന്നത്. തിരുവനന്തപുരത്തെ സെൻട്രൽ ആർക്കൈവ്സിൽ സൂക്ഷിച്ചിരുന്ന രേഖ വിവരാവകാശ നിയമപ്രകാരമാണ് പുറത്തുവന്നത്. ഇതോടെ ഭൂമിയുടെ യഥാർത്ഥ സ്വഭാവം പരിഗണിക്കണമെന്ന ആവശ്യമാവും സമരസമിതി ഉയർത്തുക. 100% ഉറപ്പായി ഇത് വഖഫല്ല എങ്കിൽ പിന്നെ കേരള ഗവൺമെന്റിന്റെ ലാൻഡ് റൂൾസ് ആക്ട് അനുസരിച്ചിട്ട് രജിസ്ട്രി വിഭാഗം രജിസ്റ്റർ ചെയ്ത് തന്നിരിക്കുന്ന ഭൂമിയാണ് ഇവിടുത്തെ താമസക്കാർ വാങ്ങിച്ചിട്ടുള്ളത്. നേരത്തെ ഈ രേഖ കണ്ടെത്താൻ സമരസമിതി ശ്രമിച്ചിരുന്നുവെങ്കിലും നിലവിലെ താലൂക്ക് ഓഫീസിൽ രേഖകളില്ല എന്ന മറുപടിയായിരുന്നു സമരസമിതിക്ക് ലഭിച്ചത്. 1901 തയ്യാറാക്കിയ സെറ്റിൽമെന്റ് രജിസ്റ്റർ 1905 പ്രസിദ്ധീകരിച്ചത്. മുനമ്പത്തുള്ളത് വഖഫ് ഭൂമിയാണോ അല്ലയോ എന്ന തർക്കം നിലനിൽക്കുന്നതിനിടയിൽ സർക്കാർ ആർക്കൈവ്സിൽ സൂക്ഷിച്ചിരിക്കുന്ന രേഖ കോടതി എങ്ങനെ പരിഗണിക്കുമെന്നാണ് ഇനി അറിയേണ്ടത്. എസ് ശ്യാംകുമാർ, 24, കൊച്ചി. മറ്റൊരു അപ്ഡേറ്റിലേക്ക് പോവാം. വെടിനിർത്തൽ കരാറിന്റെ ഭാഗമായി ഹമാസ് ഇന്ന് 4 വനിതാ സൈനികരെ വിട്ടയക്കും. ബന്ദികളുടെ പേരുവിവരങ്ങളും ഹമാസ് പുറത്തുവിട്ടു. കരീന അരിയേവ്, ഡാനിയേല ഗിൽബോയ, നാമ ലെവി, ലിറി അൽബാഗ് എന്നീ സൈനികരെയാണ് മോചിപ്പിക്കുക. ഇസ്രയേൽ ജയിലിലുള്ള 90 പലസ്തീൻ തടവുകാരെ പകരമായി മോചിപ്പിക്കും. ആദ്യ ബന്ദി കൈമാറ്റത്തിൽ 3 ഇസ്രയേലി ബന്ദികൾക്ക് പകരമായി 90 പാലസ്തീനി തടവുകാരെയാണ് മോചിപ്പിച്ചത്. അടുത്ത 5 ആഴ്ചകളിൽ മോചിപ്പിക്കാൻ പോകുന്ന ബാക്കി 26 ബന്ദികളുടെ വിവരവും ഹമാസ് കൈമാറിയേക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. സമയം ഇപ്പോൾ 6 മണി കഴിഞ്ഞ് 52 മിനിറ്റ് ആവുന്നു. നമ്മുടെ മോർണിംഗ് വാക്കിന്റെ അവസാന ഘട്ടത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. അപ്പോൾ മറ്റൊരു അപ്ഡേറ്റ് വരുന്നു. ബംഗളൂരുവിൽ ബംഗ്ലാദേശ് സ്വദേശിനിയായ യുവതിയെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ കേസിൽ പ്രതിക്കായി അന്വേഷണം ഊർജിതം. ബംഗളൂരു ഈസ്റ്റ് ACPയുടെ നേതൃത്വത്തിൽ പ്രത്യേക സംഘമാണ് അന്വേഷണം നടത്തുന്നത്. മൃതദേഹം ഉപേക്ഷിച്ച പ്രദേശത്തെയും യുവതി ജോലി ചെയ്യുന്ന അപ്പാർട്ട്മെന്റ് പരിസരത്തെയും CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചെങ്കിലും പ്രതിയിലേക്ക് എത്തുന്ന സൂചനകൾ ലഭിച്ചിട്ടില്ല. വ്യാഴാഴ്ച ഉച്ചയ്ക്ക് അപ്പാർട്ട്മെന്റിലെ ജോലിക്ക് ശേഷം ഭർത്താവിനെ വിളിച്ച് 30 മിനിറ്റ് കൊണ്ട് വീട്ടിലെത്തുമെന്ന് യുവതി അറിയിച്ചിരുന്നു. പിന്നീട് എന്ത് സംഭവിച്ചു എന്നതിൽ വ്യക്തതയില്ല എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. കൽക്കരെ തടാകത്തിന് സമീപത്തു നിന്നാണ് യുവതിയെ കൊല്ലപ്പെട്ട നിലയിൽ പിന്നീട് കണ്ടെത്തുന്നത്. കല്ലുംകുട്ടത്ത് നോക്കുമ്പോൾ ഒരു ഇൻഡിഗോ ഫ്ലൈറ്റ് ഇപ്പതാ കൺമുന്നിൽ കൂടെ വളരെ താഴ്ന്നു പറഞ്ഞ് ഇപ്പോൾ അത് മുകളിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് അടുത്ത റിപ്പോർട്ടിലേക്ക് പോകാം അല്ലേ. ഇന്ന് ദേശീയ വോട്ടേഴ്സ് ഡേ ആണ്. ഒപ്പം തന്നെ ദേശീയ വിനോദസഞ്ചാര ദിനം കൂടിയാണ്. വിനോദസഞ്ചാരത്തെ പ്രോത്സാഹിപ്പിക്കുകയും രാജ്യത്തിന്റെ സുസ്ഥിര വികസനത്തിന് വിനോദസഞ്ചാരത്തിനുള്ള പ്രാധാന്യം ഉയർത്തിക്കാട്ടുകയുമാണ് ഈ ദിനത്തിന്റെ ലക്ഷ്യം. റിപ്പോർട്ട് കാണാം. പാരിസ്ഥിതിക വൈവിധ്യവും പ്രകൃതി രമണീയവുമായ ഇടങ്ങളും കൊണ്ട് അനുഗ്രഹീതമാണ് ഇന്ത്യ. വിനോദസഞ്ചാരത്തിന് വലിയ സാധ്യതകളുണ്ട് ഇന്ത്യയിൽ. വിദേശ നാണ്യം നേടിത്തരാനും തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനും ഈ മേഖല വലിയ പങ്കാണ് വഹിക്കുന്നത്. രണ്ടായിരത്തി 2023 1.88 കോടി അന്താരാഷ്ട്ര വിനോദസഞ്ചാരികളാണ് ഇന്ത്യയിലെത്തിയത്. 2,31,927 കോടി രൂപയാണ് ടൂറിസം വഴി അക്കാലയളവിൽ ഇന്ത്യയിലെത്തിയ വിദേശ നാണ്യവിനിമയ വരുമാനം. 250 കോടി ആഭ്യന്തര സന്ദർശനങ്ങളും 2023 രേഖപ്പെടുത്തി. ഈ സാമ്പത്തിക വർഷത്തിൽ കേരള സർക്കാർ 2.2 കോടി ആഭ്യന്തര ടൂറിസ്റ്റുകളും 8 ലക്ഷം അന്താരാഷ്ട്ര ടൂറിസ്റ്റുകളും കേരളത്തിലെത്തുമെന്നാണ് കണക്കാക്കിയിരിക്കുന്നത്. 2023 2.1 കോടി ആഭ്യന്തര ടൂറിസ്റ്റുകളും 6.49 ലക്ഷം അന്താരാഷ്ട്ര ടൂറിസ്റ്റുകളുമാണ് കേരളത്തിലെത്തിയത്. 2022 വിനോദസഞ്ചാര മേഖലയിൽ നിന്ന് 35,168 കോടി രൂപയാണ് കേരളത്തിന് ലഭിച്ചത്. കേരളത്തിലെത്തിയ വിദേശ സഞ്ചാരികളിൽ 1-ാം സ്ഥാനത്ത് അമേരിക്കയും 2-ാം സ്ഥാനത്ത് റഷ്യയും 3-ാം സ്ഥാനത്ത് ബ്രിട്ടനുമാണ്. അടിസ്ഥാന സൗകര്യ വികസനത്തിലൂടെയും പുതിയ ടൂറിസം ഉൽപ്പന്നങ്ങൾ പുറത്തിറക്കുന്നതിലൂടെയും നവമാധ്യമങ്ങൾ ഉപയോഗിച്ചുള്ള വിപണന തന്ത്രങ്ങളിലൂടെയും കൂടുതൽ സഞ്ചാരികളെ കേരളത്തിലെത്തിക്കാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. റിസർച്ച് ഡെസ്ക് 24.
യെസ്, അപ്പോൾ വളരെ സജീവമായ ഒരു ദിനത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഇവിടുന്ന് എയർപോർട്ടിൽ നിന്ന് ഒരുപാട് പുതിയ ഫ്ലൈറ്റുകളൊക്കെ ലാൻഡ് ചെയ്യുന്നുണ്ട്, ടേക്ക് ഓഫ് ഉണ്ട്. അതൊക്കെ കണ്ട് നമ്മളിങ്ങനെ ഇവിടെ നിൽക്കുകയാണ്, അന്തം വിട്ട് നിൽക്കുകയാണ് അല്ലെ. അടുത്തുനിന്ന് ഒരു ടേക്ക് ഓഫ് ഞാൻ ആദ്യമായിട്ട് കാണാണ്, ഇത്രയും അടുത്തുനിന്ന്, അതും ഇങ്ങനെ ഒരു സ്ഥലത്ത് നിന്നുകൊണ്ട്. അപ്പോൾ നമ്മുടെ സൗദിയിൽ റിഷാൻ മുഹമ്മദ് എന്ന് പറയുന്ന മോന്റെ ബർത്ത്ഡേ ആണ്. ഹാപ്പി ബർത്ത്ഡേ. അപ്പോൾ നമ്മളോടൊരു വിഷ് പറയണം എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ നേരത്തെ ആ പാലക്കാട് വാളയാറിൽ ഒരു കാട്ടാനാക്രമണം ഉണ്ടായില്ല, നമ്മൾ നേരത്തെ വായിച്ചില്ലേ, അതിന്റെ ഒരു കുറച്ച് അപ്ഡേഷൻസ് ഇപ്പോൾ വരുന്നുണ്ട്. 1 മണിയോടെ കൃഷിയിടത്തിൽ ഇറങ്ങിയ കാട്ടാനെ തുരത്താൻ വിജയൻ എത്തുകയായിരുന്നു എന്ന് പറയുന്നു. ആക്രമണത്തിൽ പരിക്കേറ്റയാളാണ് വിജയൻ. നെഞ്ചിനും ഇടുപ്പിനുമാണ് വിജയന് പരിക്കേറ്റെന്ന് പറയുന്നു. ആദ്യം പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ എത്തിച്ച ശേഷമാണ് തൃശ്ശൂരിലേക്ക് കൊണ്ടുപോയത് എന്നൊരു അപ്ഡേറ്റ് കൂടി വരുന്നുണ്ട്. അതുപോലെ കലഞ്ഞൂർ ഇടത്തറ ഒന്നാംകുറ്റിക്ക് സമീപം യുവാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയെന്ന വാർത്ത നമ്മൾ അല്പസമയം മുമ്പ് കൊടുത്തിരുന്നു. മൃതദേഹം പത്തനാപുരം EMS ആശുപത്രിയിലാണ്. നിരവധി മുറിവുകൾ ഉണ്ട് ശരീരത്ത് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ ഓരോ വാർത്തകളിലൂടെയും കടന്നു പോകുമ്പോൾ കഴിഞ്ഞ ദിവസം പത്രത്തിൽ വന്ന ഒരു വാർത്ത ഒരുപാട് പേരെ കബളിപ്പിച്ച ഒരു കാര്യമുണ്ട്. അത് പറയാതിരിക്കാൻ വയ്യ. അതെ, അതായത് വളരെ വർഷങ്ങൾ കഴിഞ്ഞ് സംഭവിക്കാവുന്ന ഒരു വാർത്ത. അതായത് ശരിക്കും പറഞ്ഞ ഒരു അഡ്വർടൈസ്മെന്റ് ആയിരുന്നു. ഇന്നലെ രാവിലെ എന്റെ ഫോണിന് വിശ്രമമേ ഇല്ലായിരുന്നു. ഒരുപാട് പേര് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്, സത്യമാണോ, ഫെബ്രുവരി 1 മുതൽ നോട്ടേ വിട, ഡിജിറ്റൽ നോട്ടുകളാണ് ഇനി വരുന്നതെന്ന്. അങ്ങനെ ഒരുപാട് പേര് ഇന്നലെ ഇത് എന്താണെന്ന് മനസ്സിലാകാതെ കബളിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. പലരും ബാങ്കിൽ വിളിച്ച് അന്വേഷിച്ചിട്ടുണ്ട്. പത്രത്തിന്റെ മൂലയിൽ ഒരു ചെറിയ രീതിയിൽ മാത്രമാണ് മാർക്കറ്റിംഗ് പേജ് ആണെന്ന് എഴുതിയിരിക്കുന്നത്. പക്ഷെ അത് പെട്ടെന്ന് ശ്രദ്ധയിൽപ്പെടില്ല. 2050 എന്ന് ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. പക്ഷെ അതൊന്നും നമ്മുടെ ശ്രദ്ധയിൽപ്പെടാത്ത വിധം അത്രയും വലിയ വാർത്തകൾ 1-ാം പേജിൽ കൊടുക്കുമ്പോൾ അത് വായിച്ചു പോവുക സ്വാഭാവികമാണ്. അതെ, അങ്ങനെ ഒരുപാട് പേർക്ക് അതിൽ അബദ്ധം സംഭവിക്കുകയും ചെയ്യും. അപ്പൊ മോർണിംഗ് വാക്ക് പൂർത്തിയാവാൻ സമയം പൂർത്തിയാവുന്നു.